ചെന്നൈയിലൊരു വലിയ കോളേജിൽ എൻ്റെ വീടിൻ്റെ അടുത്ത് അവിടെയാണ് ഞാനും എൻ്റെ സുഹൃത്തുക്കളൊക്കെ ഞങ്ങളൊരു 10-15 പേര് ഇപ്പോഴും നടക്കാൻ പോകുന്നത്. അവിടെ ഒരു 2-3 കൊല്ലങ്ങൾക്ക് മുമ്പ് അവിടെ ഒരു ആനുവൽ ഡേക്ക് എന്നെ ഗസ്റ്റായിട്ട് വിളിച്ചു. അപ്പോൾ ആദ്യമൊക്കെ പോയിരുന്നു, പുസ്തകങ്ങളൊക്കെ പബ്ലിഷ് ചെയ്യുന്ന സമയത്ത് കുറച്ച് എൻ്റെ ഇൻ്റർവ്യൂ ഒക്കെ കണ്ടിട്ട് കുറേ സ്കൂളുകൾ വിളിക്കാറുണ്ട്. പിന്നെ സമയമില്ലാത്തത് നിർത്തി. പക്ഷേ ഈ കോളേജിലെ ഭാരവാഹികളൊക്കെ നല്ല പരിചയമുള്ള അച്ഛന്മാരാണ്. അപ്പം അതുകൊണ്ട് നോന്ന് എനിക്ക് പറയാൻ പറ്റിയില്ല. അപ്പം ഞാൻ അങ്ങോട്ട് പോയി. അവിടെ ഞാൻ മിക്ക ദിവസവും കാലത്ത് വാക്കിങ്ങിന് പോകുന്ന സ്ഥലമുണ്ട്. അവിടുത്തെ അറിയാം, ആ കോളേജിൽ എവിടെയും എല്ലാ ഭാഗങ്ങളും എനിക്കറിയാം, എല്ലാ ലൈനുകളും എനിക്കറിയാം, എല്ലാ ബിൽഡിങ്ങും എനിക്കറിയാം. പക്ഷെ ഞാൻ അവിടെ പോയ ഉടനെ കാർ ഉള്ളിലേക്ക് പോകുന്ന സമയത്ത് തന്നെ, സാർ നിങ്ങൾ ഉള്ളിലേക്ക് വരാൻ പാടില്ല, നമ്മൾ വെയിറ്റ് ചെയ്യും, ഞങ്ങളുടെ HOD വന്നത് നിങ്ങൾ റിസീവ് ചെയ്യണം. ഞാൻ പറഞ്ഞു എന്തിനാണ്, നിങ്ങൾ ആ ബിൽഡിംഗ് അല്ല, ആ ബിൽഡിംഗ് എനിക്കറിയാം, ആ ബിൽഡിങ്ങിലേക്ക് ഞാൻ വരാം. അല്ലല്ല സാർ, ഞാൻ വന്ന് റിസീവ് ചെയ്യണം. അപ്പോൾ ഞാനുണ്ട്, എൻ്റെ വണ്ടി ഓടിക്കുന്ന ഡ്രൈവറുണ്ട്. അപ്പം ഞങ്ങൾ അവിടെ വെയിറ്റ് ചെയ്തു എൻട്രൻസിൽ. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു കാറിൽ 2-3 പേര് വന്നു, എന്നെ റിസീവ് ചെയ്തു, ബുക്ക് ചെയ്ത് തന്നു. എനിക്ക് എന്തിനതൊക്കെ ഒരു ചെറിയൊരു പ്രോഗ്രാം അല്ലേ? അല്ല സാർ, ഇത് 2000 പേരുണ്ട്, മറ്റുള്ള കോളേജിലെ വിന്നേഴ്സിനെയൊക്കെ ഞങ്ങൾ വിളിച്ചിട്ടുണ്ട്, ഇൻ്റർ കോളേജ് കോമ്പറ്റീഷനിൽ ജയിച്ചവരൊക്കെ ഉണ്ട് എന്നൊക്കെ അതൊക്കെ പറയായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ കുറേ കുട്ടികൾ, പിന്നെ ഈ HOD അവരുടെ കാറിൽ എന്നെ കൊണ്ടുപോകുമ്പോൾ ഈ കുറേ കുട്ടികൾ ഈ കാറിൻ്റെ പിന്നിലൊക്കെ ഈ രാഷ്ട്രീയക്കാരിവിടെ ഞാൻ കണ്ടിട്ടുണ്ട്, ചീഫ് മിനിസ്റ്ററൊക്കെ പോകുന്ന സമയത്ത് കുറേ പേര് പിന്നിൽ ഓടുന്നതൊക്കെ, അതൊക്കെ ഞാനിങ്ങനെ ഇരുന്ന് കാണുമായിരുന്നു. അപ്പോൾ അത് കാണാൻ നല്ല ഭംഗിയുണ്ട്. നമ്മളെത്രത്തോളം ഒരു മുഖ്യത്വം, നമുക്കറിയാം നമ്മൾ ആരാണെന്ന്. ഒരു വളരെ സാധാരണക്കാരനായി എന്നെ ഒരു എത്രയോ കോളേജുകൾക്ക് പോയിട്ടുണ്ട്, പക്ഷെ ഇങ്ങനത്തെ ഒരു വരവേൽപ്പ് എനിക്ക് കിട്ടിയിട്ടില്ല. ഇതേ കോളേജിൽ തന്നെ അതിന് മുമ്പ് ഞാൻ പോകുമ്പോൾ ഇന്ന ബിൽഡിംഗാന്ന് പറയും, ആ ബിൽഡിങ്ങിൽ പോകും, 5-10 നിമിഷം സംസാരിക്കും, വരും. പക്ഷെ അത് എന്തുകൊണ്ടോ അന്നത്തെ ഒരു വലിയൊരു ആനുവൽ ഡേ ആയിരുന്നു, അതുകൊണ്ടായിരിക്കാം, 2000-2500 പേരും ഉള്ളതുകൊണ്ടായിരിക്കാം എനിക്ക് തോന്നുന്നു. അങ്ങനെ കൊണ്ടുപോകുന്നു. അവിടെ ഇറങ്ങിയിട്ട് ചെയ്ത് ഞാൻ പോകുന്നു. അല്ലല്ല, ഞങ്ങളുടെ പ്രിൻസിപ്പൾ റിസീവ് ചെയ്യണമെന്ന് പറഞ്ഞു. എന്നിട്ട് പ്രിൻസിപ്പൾ വന്നിട്ട് വീണ്ടും ഒരു ബൊക്കെയൊക്കെ തന്നു. അപ്പം ഞാൻ പിന്നിൽ തന്നെ ഡ്രൈവർ വന്നുകൊണ്ട്, അല്ലെങ്കിൽ ഈ 2 ബൊക്കെയും പിടിച്ച് ഞാൻ എവിടെ, എൻ്റെ കൂടെ സെക്യൂരിറ്റി ഒന്നുമില്ല അതൊക്കെ കൊണ്ട് പിടിക്കാനൊന്നും. അപ്പോഴേക്കും ഡ്രൈവർ വന്നു, കാറിൽ വെച്ചു. അങ്ങനെ ഞാനവിടെ പോയി സംസാരിച്ചു. അവിടെ എല്ലാവരും, ആ കോളേജിൽ സ്പെഷ്യാലിറ്റി എന്താ വെച്ചാൽ എല്ലാവരും ഇംഗ്ലീഷിൽ സംസാരിക്കണം അതെനിക്ക് അങ്ങനെ ഇഷ്ടപ്പെട്ടില്ല. എല്ലാവരും ഓരോരോ മാതൃഭാഷയിൽ സംസാരിക്കുന്നത് പോലെ ഒന്നും അല്ലല്ലോ. അപ്പോൾ എനിക്ക് തമിഴ് നന്നായിട്ട് അറിയാം. തമിഴിൽ കുറച്ച് പുസ്തകങ്ങളൊക്കെ പബ്ലിഷ് ചെയ്തുകൊണ്ട് കുറേ വായിച്ചുകൊണ്ടും മാതൃഭാഷ തമിഴ് അല്ലെങ്കിലും എനിക്ക് മാതൃഭാഷയ്ക്ക് സമമായിട്ട് തന്നെ, എൻ്റെ മലയാളത്തിന് സമമായിട്ട് തന്നെ എനിക്ക് തമിഴ് അറിയാം. അപ്പോൾ ഞാനവിടെ പോയി, വ്യത്യാസമായിരിക്കട്ടെ, ആരും പ്രശ്നമൊന്നും ചെയ്യാൻ പാടില്ല എന്ന പ്രാർത്ഥനയോടുകൂടി ഞാൻ തമിഴിലാണ് അവിടെ പ്രസംഗിച്ചത്. അത് വലിയ അടുത്ത മാഷ്മാർ വരെ എല്ലാവരും അത് ഇഷ്ടപ്പെട്ടു. 2-3 കഥകളൊക്കെ പറഞ്ഞ്, സ്പിരിച്വലായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവർ വളരെ ഇഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞ് ഗിഫ്റ്റ്സൊക്കെ കൊടുത്തു, കുറച്ച് സംസാരിച്ചു, അത് എല്ലാവരോടും സംസാരിച്ചു. ഞാൻ അവിടുന്ന് പോന്നു. ഇതൊന്നും വലിയ കാര്യമല്ല. അടുത്ത ദിവസം ഞാൻ ഞാൻ കുറച്ച് ഉറങ്ങി ലേറ്റായി. അപ്പോൾ എൻ്റെ സുഹൃത്തുക്കളൊക്കെ പോയി. അപ്പോൾ ഞാൻ മാത്രം വീടിന് അങ്ങനെ നടന്നു പോയിട്ട് ഞാൻ ഉള്ളിൽ പോകുമ്പോൾ അന്ന് സെക്യൂരിറ്റി ഒക്കെ മാറി. അപ്പോൾ എന്നോട് ചോദിച്ചു, സാറിൻ്റെ പാസ് എവിടെയാണ്? ഞാൻ പറഞ്ഞു, സാർ എൻ്റെ അടുത്ത് പാസ്സില്ല, പാസ്സില്ലെങ്കിൽ ഉള്ളിലേക്ക് വിടാൻ പാടില്ല, നിയമമാണ്. അപ്പോൾ എൻ്റെ മനസ്സിൽ വിചാരിച്ചു, ഇന്നലെ എന്നെ ഇത്ര വലിയ ചീഫ് ഗസ്റ്റായിട്ട് വിളിച്ചു കൊണ്ടുപോയി, അവരുടെ കാറിൽ കൊണ്ടുപോയി, കുട്ടികൾ പിന്നിൽ ഓടി വന്നു. ഇന്ന് ഞാൻ വാക്കിങ്ങിന് വരുന്ന സമയത്ത് എനിക്ക് ഉള്ളിൽ പ്രവേശനമില്ല. അപ്പം ഞാൻ പറഞ്ഞു, അപ്പോൾ എനിക്ക് അവിടുത്തെ ആൾക്കാരൊക്കെ അറിയാം, ഫോൺ ചെയ്തു. അപ്പോൾ പുലർച്ചെ 5:30 മണിക്ക് എങ്ങനെയാണ് ഞാൻ ഡിസ്റ്റർബ് ചെയ്യുക? അപ്പോൾ എന്താ, സെക്യൂരിറ്റി ഞങ്ങൾ മാറ്റി, പുതിയ സെക്യൂരിറ്റി ഞങ്ങളാണ്, നിങ്ങളെന്നെ അറിയില്ല, പാസ് ഉണ്ടെങ്കിൽ ഉള്ളിലേക്ക് വിടാം, പാസ് ഇല്ലെങ്കിൽ പറ്റില്ല. നിങ്ങൾ പറഞ്ഞ വിശ്വസിക്കില്ല. തിരിച്ച് ഞാൻ നടന്നു പോയി വീട്ടിലേക്ക്. നടന്നാണ്, വണ്ടിയൊന്നും കൊണ്ടുവരാൻ പറ്റില്ല, വാക്കിങ്ങിന് വരുമ്പോൾ എന്തിനാണ് വണ്ടി വെച്ചിട്ട് തിരിച്ച് നടന്നു പോയി. ആ പാസ് എടുത്ത് കൊണ്ടുവന്നിട്ട് ഇയാളെ കാണിച്ചിട്ടാണ് ഞാൻ തിരിച്ചും ഉള്ളിലേക്ക് പോയി. വാക്കിങ് ചെയ്തിട്ടും എൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ കണ്ട് അവർ കൂടെ ഞാൻ തിരിച്ചു വന്നു. അപ്പോൾ അവരോടൊന്നും ഞാൻ പറഞ്ഞില്ല, ഇങ്ങനെ പാസ് കൊണ്ടുവന്നില്ല, അതുകൊണ്ട് തന്നെ ഉള്ളിൽ വിട്ടില്ല എന്ന് പറഞ്ഞു. എന്തോ നാണം കൊണ്ട് അവരെങ്ങനെ കളിയൊക്കെ എന്നൊക്കെ പേടിച്ചിട്ട്. പക്ഷേ എനിക്ക് അന്ന് ഒരിക്കൽ കൂടി എൻ്റെ ജീവിതത്തിൽ എനിക്ക് മനസ്സിലായി, എന്താണ് നശ്വരം, എന്താണ് അനശ്വരം, എന്താണ് ഈ പേരിനും പ്രശസ്തിക്കൊക്കെ എന്താണ് വില, അത് എത്ര നിമിഷങ്ങളാണ്, 24 മണിക്കൂർ പോലും കഴിഞ്ഞ് കാണില്ല, അല്ലെങ്കിൽ ഒരു മാക്സിമം 1 ഡേ +few hours അതേ ബിൽഡിങ്ങിൽ
ഞാനവിടെ തിരസ്കരിക്കപ്പെടുകയാണ്. അപ്പോൾ അവിടെ ഈ ഒന്നുമില്ല. ഓരോ സമയവും കാലവും സന്ദർഭങ്ങളൊക്കെയാണ് നമ്മളെ എന്തെങ്കിലുമൊക്കെ ആക്കുന്നത്. അതൊന്നും ഒരിക്കലും അത് ശാശ്വതമല്ല. എന്താണ് ശാശ്വതം? അതാണ് നമ്മൾ ആത്മീയതയിൽ പറയുന്നത്. നമ്മുടെ ആത്മാവാണ് ശാശ്വതം. ആ ആത്മജ്ഞാനമാണ് നമ്മുടെ ഈ ധ്യാനത്തിലും നമ്മുടെ ആത്മീയ പഠനങ്ങളിലും നമുക്ക് വീണ്ടും 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 നമുക്ക് പുതിയ അറിവ് തന്നുകൊണ്ടിരിക്കുന്നത്. ആ ജ്ഞാനത്തിൽ നമ്മൾ നിലച്ചിരിക്കണം. അല്ലാണ്ട് നമ്മുടെ ബാഹ്യമായിട്ടുള്ള നമ്മുടെ ഡ്രസ്സുകളോ നമ്മുടെ ഭംഗിയോ അല്ലെങ്കിൽ നമ്മുടെ സ്ഥാനമോ നമ്മുടെ പഠിപ്പോ ഞാൻ ഇന്ന് ഇത്ര പുസ്തകങ്ങൾ പബ്ലിഷ് ചെയ്ത എഴുത്തുകാരെന്നുള്ളത് കൊണ്ടോ ഒന്നുമല്ല. എത്ര മൈക്കിൾ ജാക്സൺ എന്നാണ് ആരോ ഓർക്കുന്നത്. എത്ര പ്രശംസയ്ക്ക് വേണ്ടി പോരാടി ജീവിതം തന്നെ അത്ര അത്ലറ്റിക്സ് ഒക്കെയാണ്. ആ സമയത്തൊക്കെ അവർ ഓർക്കും എത്ര ക്രിക്കറ്റ് പ്ലേയേഴ്സിനൊക്കെയാണ് നമ്മൾ ആരാധകരായിട്ടൊക്കെ ആരാധിച്ചിട്ടിരുന്നത്. അവരൊന്നും ഇല്ലല്ലോ, ഒന്നുമില്ല. ഗോൾഡ് കപ്സുകളൊക്കെ തുരുമ്പൊടിച്ച് കിടക്കുകയാണ്. ഗോൾഡൻ കപ്പ് വാങ്ങിച്ചു, ഈ കപ്പ് വാങ്ങിച്ചെന്നൊക്കെ പറയുന്നത്. അപ്പോൾ ശാശ്വതമായിട്ടുള്ളത് അനശ്വരമായിട്ടുള്ളത് ദൈവമാണ്, നമ്മുടെ ആത്മാവാണ്. ആ ആത്മജ്ഞാനത്തിൽ നമ്മൾ ആത്മാവാണെന്നുള്ള അറിവോടുകൂടി നമ്മുടെ ജീവാത്മാവാണ്. പരമാത്മാവ് ദൈവത്തിൽ നിന്ന് നമ്മൾ വന്നതാണ്. നമ്മൾ വീണ്ടും പരമാത്മാവിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ വേറൊരു ജന്മം നമ്മൾ എടുക്കുന്നു എന്നുള്ള ആത്മസത്യം അറിയാൻ മാത്രമാണ് വീണ്ടും വീണ്ടും നമ്മൾ ഈ മനുഷ്യജന്മം എടുത്ത് ഈ അറിവ് നമ്മൾക്ക് ഉൾക്കൊള്ളുന്നത്. ഇതാണ് അതിന് മുമ്പുള്ള ജന്മങ്ങളെ കുറിച്ച് പലർക്കും ഇത് അറിയില്ല. ഇപ്പം നമ്മൾ പറയുമ്പോൾ എത്ര പേർക്ക് മനസ്സിലാകുമെന്ന് അറിയില്ല, എത്ര പേർക്ക് ഉൾക്കൊള്ളാൻ പറ്റുമെന്ന് അറിയില്ല. ഈ ഒരു അറിവ് കിട്ടാൻ ഭഗവത്ഗീത പറയുന്നത് ഈ ഒരു ആത്മജ്ഞാനം കിട്ടാൻ വേണ്ടിയിട്ടാണ് കുറേ ജന്മങ്ങളെടുത്ത് നമ്മൾ മനുഷ്യജന്മം എടുത്തിട്ട് പിന്നെ മനുഷ്യജന്മത്തിൽ കുറേ ജന്മങ്ങളെടുത്തിട്ട് അതിൻ്റെ ഭാഗ്യം നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ട് അനശ്വരമായ ആ ദൈവത്തിൽ, അനശ്വരമായിട്ടുള്ള നമ്മുടെ ആത്മജ്ഞാനത്തിൽ നമ്മളെപ്പോഴും കണക്റ്റഡ് ആയിട്ടിരുന്നാൽ നമുക്ക് തീർച്ചയായിട്ടും അനുഗ്രഹവും സന്തോഷവും സമാധാനവും നമുക്ക് എപ്പോഴും ഉണ്ടാകും. ഒരിക്കലും ദുഃഖം നമുക്ക് ഉണ്ടാകില്ല. കാരണം നമ്മൾ ഒന്നും പെർമനൻ്റ് അല്ല എന്നുള്ള ഒരു സത്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ ഒന്നിൻ്റെ പിന്നിലും പൊട്ടിക്കറിയില്ലല്ലോ. മനുഷ്യരാണ്, കുറച്ച് വിഷമം ഉണ്ടാകും, എങ്കിലും വേഗം അതിൽ നിന്നും നമുക്ക് പെട്ടെന്ന് ഒന്ന് കരയേറാൻ പറ്റും. ദുഃഖത്തിൻ്റെ ഇതിൽ നിന്നൊക്കെ നമുക്ക് ഡിസപ്പോയിൻമെൻറ്റിൽ നിന്നൊക്കെ ഓക്കെ ജയിച്ചില്ല, അതിനെന്താ തോറ്റിട്ടുണ്ട്, സാരില്ല, നമുക്ക് നമുക്ക് ട്രൈ ചെയ്യാമല്ലോ, ഇതുകൊണ്ട് ജീവിതം കഴിയുന്നില്ലല്ലോ എന്നൊക്കെ നമുക്ക് ഓരോന്നിൽ നമുക്ക് പുതിയ അറിവ് നമുക്ക് കിട്ടും. അതുകൊണ്ട് ഈ ആത്മജ്ഞാനം നമുക്ക് എന്നും ഒരു വെളിച്ചമായിരിക്കട്ടെ. നമ്മുടെ ജീവിതത്തിന് അത് ഒരു റേഡിയൻസ് നമുക്ക് തരട്ടെ. ആ റേഡിയൻസ് നമുക്കൊരു അനുഗ്രഹമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.